മുല്ലപ്പൂ ഇല്ലാതെ എന്തോണോ അല്ലേ? അപ്പം നമുക്കൊരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് മുല്ലപ്പൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് സ്ക്വയർ രൂപത്തിൽ മടക്കി മടക്കി കൊടുക്കണം. ഏകദേശം ഒരു നീണ്ട ഷേപ്പ് ആവുന്നത് വരെ, എന്താ പറയുക, ലൈക്ക് ഈ ഒരു ഷേപ്പിൽ ആവുന്നത് വരെ നമുക്കത് മടക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും കേർവ്ഡ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ആ കേർവ് കൊടുക്കുന്നത് നമുക്കതിൻ്റെ ഒരു എതള് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ദെൻ അതിൻ്റെ 4 ഇതൾ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിനി പൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ അളവായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പർ ആയിരിക്കും. അതിൻ്റെ നടുവിൽ പിടിച്ച് ചുരുട്ടി കൊടുത്തിട്ട് നടുവിൽ നമുക്ക് തണ്ടിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ദെൻ അതിൻ്റെ തണ്ടിൻ്റെ നിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച കളറിലുള്ള വാട്ടർ കളറോ പെയിൻറ്റോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ടത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ സെൻറ്ററിലായിട്ടൊന്ന് നമ്മുടെ കയ്യിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിൻ്റെ കളറും ആയിട്ടുണ്ട്. സോ നമ്മുടെ ഇവിടെ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മാലയാക്കി എടുക്കണം. മാലയാക്കി എടുക്കാനായിട്ട് നമുക്ക് കോർത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് പച്ച കളർ തന്നെ ഒരു നൂലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂല് വെച്ച് നമുക്ക് കോർത്തെടുക്കാം. ആൻഡ് ഫൈനലി ഇവിടെ നമ്മുടെ മുല്ലപ്പൂ മാല റെഡി ആയിട്ടുണ്ട്. ഏകദേശം 4 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് എനിക്ക് ഇത്രയും നീളത്തിലുള്ള മാല കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ ജസ്റ്റ് സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ ഞാൻ എന്ത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ പുറകെ ഇടുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ദ നെക്സ്റ്റ് വീഡിയോ. സീ യു സൂൺ. ബൈ.